മാത്യു കുഴൽനാടൻ MLA ഉയർത്തിക്കൊണ്ടുവന്ന രാഷ്ട്രീയ ആരോപണങ്ങളെല്ലാം നിയമപോരാട്ടങ്ങളിൽ തകർന്നടിയുന്നതാണ് സമീപകാലത്ത് കണ്ടത്. തോട്ടപ്പള്ളി സ്പിൽവേ, CMRL, അങ്ങനെ ആ പട്ടിക നീളുന്നു. മുഖ്യമന്ത്രിക്കെതിരായ ആരോപണം സാധൂകരിക്കുന്ന ഒരു കഷ്ണം കടലാസ് പോലുമില്ലെന്ന വിജിലൻസ് കോടതിയുടെ വിമർശനം ഹൈക്കോടതിയും ശരിവെക്കുകയായിരുന്നു. തിയോഫിൻ കൊച്ചിയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ് വാർത്തയുടെ വിവരങ്ങളുമായി. തിയോഫിൻ, നിങ്ങൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് ഒരു കടലാസ് കഷ്ണം പോലും തെളിവില്ല. പറയുന്നത് വിജിലൻസ് കോടതിയും ഹൈക്കോടതിയുമാണ്. അതായത് ഈ പുറത്തിറങ്ങി ആർക്കുമെതിരെ എന്തും വിളിച്ചു പറയാം, പക്ഷേ അതിന് തെളിവ് വേണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഹൈക്കോടതി മാത്യു കുഴൽനാടനെ. കുഴൽനാടൻ ഇനിയെങ്കിലും പാഠം പഠിക്കുമോ? മനു, മറ്റാരേക്കാളും കൂടുതൽ തെളിവ് വേണം എന്ന് അറിയേണ്ട ആൾ മാത്യു കുഴൽനാടനാണ്. കാരണം അദ്ദേഹം ഒരു അഭിഭാഷകനാണ്. എന്നിട്ട് പോലും അദ്ദേഹം ഒരു വ്യക്തമായി നിലനിൽക്കുന്ന ഒരു തെളിവുമില്ലാതെയാണ് ഇത്തരം ആരോപണങ്ങളുമായി അല്ലെങ്കിൽ പലതരത്തിലുള്ള കേസ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഈ തിരിച്ചടികളൊക്കെ നേരിടേണ്ടി വരുന്നതും. മനു നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ വർഷത്തെ വിജിലൻസ് കേസ് 2024 മെയ് മാസത്തിലാണ്. ആ വിജിലൻസ് കോടതിയിലേക്ക് പോകുമ്പോൾ നൽകിയ രേഖകളിൽ ഒന്നുപോലും ഒരു കടലാസ് പോലും തെളിവ് നൽകുന്ന രീതിയിൽ ഇല്ല എന്ന് പറഞ്ഞത്. അതായത് തെളിവായി സ്വീകരിക്കാവുന്ന ഒരു കഷ്ണം കടലാസ് പോലും അതിലില്ല എന്നാണ് വിജിലൻസ് കോടതി നിരീക്ഷിച്ചത്. അതേ രീതിയിൽ തന്നെയാണ് ഇന്നലെ ഹൈക്കോടതിയിൽ നിന്നുണ്ടായ ഉത്തരവും. 28 രേഖകൾ ഹാജരാക്കിയിട്ട് അതിലൊന്നു പോലും താൻ ആരോപിക്കുന്ന അല്ലെങ്കിൽ അത് മുന്നോട്ട് വെച്ച വിഷയത്തിൽ അതിനാധികാരികമായ ഒരു രേഖ പോലുമില്ല. കോടതി ഇന്നലെ ചോദിച്ച മറ്റൊരു കാര്യം കൊണ്ടുണ്ട്. ഈ അതേപോലെ തന്നെ ഈ KMML-ഉം CMRL-ഉം തമ്മിൽ കരാറുണ്ടോ, എന്തെങ്കിലും ഇദ്ദേഹം മുന്നോട്ട് വെച്ച വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കരാറുണ്ടോ, അല്ലെങ്കിൽ ആ കരാറിൻ്റെ രേഖകൾ ഹാജരാക്കാനുണ്ടോ എന്ന് ചോദിക്കുന്നു. അതോടൊപ്പം തന്നെ എക്സാലോജി കമ്പനിക്കും വീണയ്ക്കും പണം നൽകിയതിന് അതിൻ്റെ പേരിൽ CMRL-ന് എന്തെങ്കിലും നേട്ടം ലഭിച്ചോ? ഇത്തരം ചോദ്യങ്ങൾ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായതിന് ഇതിന് ആധികാരികമായ ഒരു രേഖ പോലും ഹാജരാക്കാൻ മാത്യു കുഴൽനാടന് സാധിച്ചിട്ടില്ല. നോക്കണം, ഇദ്ദേഹം ആധികാരികമായി ഇതിന് തുടക്കമിട്ട മാധ്യമങ്ങളോട് ഈ വിഷയങ്ങൾ താൻ കേസുമായി മുന്നോട്ട് പോകുന്ന കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഓരോ തവണ വാർത്താ സമ്മേളനം നടത്തുമ്പോഴും കൃത്യമായ രേഖകൾ തൻ്റെ കയ്യിലുണ്ട് എന്ന് അവകാശപ്പെട്ടുകൊണ്ടായിരുന്നു ചില രേഖകളുടെ പകർപ്പുകൾ മാധ്യമപ്രവർത്തകർക്ക് കൈമാറുകയും ചെയ്തു. പക്ഷേ ഇതിലൊന്നുപോലും നിലനിൽക്കുന്നതല്ല എന്ന് ആരും ഇത് പരിശോധിക്കുകയും ചെയ്തിട്ടില്ല. പക്ഷേ അവിടെ അറിയേണ്ടത്, അല്ലെങ്കിൽ ഇത് കോടതിയിലെത്തുമ്പോൾ നിലനിൽക്കുമോ ഇല്ലയോ എന്ന് അറിയാനുള്ള ഒരു സാമാന്യ ബുദ്ധി അഭിഭാഷകനായ മാത്യു കുഴൽനാടന് വേണ്ടതായിരുന്നു. അതുണ്ടായില്ല. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഈ തിരിച്ചടി നേരിടേണ്ടി വന്നത്. അതോടൊപ്പം തന്നെ നേരത്തെ ഇദ്ദേഹം സ്പിൽവേ, ഈ തോട്ടപ്പള്ളി സ്പിൽവേയുമായി ബന്ധപ്പെട്ട് അതിലെ മണൽവാരലിൻ്റെ പേരിൽ നടത്തിയ നീക്കങ്ങൾ അതിന് കോടതിയെ സമീപിച്ചു. അതിൽ തിരിച്ചടി നേരിടേണ്ടി വന്നു. അവിടെ ഒരു രാഷ്ട്രീയമായ ലക്ഷ്യം മാത്രം വെച്ചുകൊണ്ടായിരുന്നു അന്ന് മാത്യു കുഴൽനാടൻ കോടതിയെ സമീപിച്ചത്. കാരണം പ്രളയത്തിൽ നിന്നും കുട്ടനാട് രക്ഷിക്കുന്നതിന് വേണ്ടി സർക്കാർ നടത്തിയ ഒരു ഇടപെടൽ, കാരണം ആ വെള്ളം ഒഴുകി പോകാനുള്ള ആ സ്പിൽവേ അത് ജലനിർഗമന മാർഗം കൃത്യമാക്കുക എന്നൊരു നടപടി അത് സർക്കാരിന് സ്വീകരിക്കേണ്ടതായിരുന്നു. അവിടെ മണൽ നീക്കിയതിൻ്റെ പേരിൽ അതിൽ അഴിമതി ആരോപിച്ചുകൊണ്ടാണ് അദ്ദേഹം കോടതിയിലേക്ക് പോയത്. അവിടെ തിരിച്ചടി നേരിടേണ്ടി വന്നു. കനത്ത പ്രഹരമാണ് ഹൈക്കോടതിയിൽ നിന്ന് അദ്ദേഹത്തിനുണ്ടായത്. അതോടൊപ്പം തന്നെ സ്പ്രിംഗ്ലർ വിഷയം, AI ക്യാമറ, K-ഫോൺ തുടങ്ങിയ പ്രതിപക്ഷം സർക്കാരിനെതിരെ ഉയർത്തിക്കൊണ്ടുവന്ന വിഷയങ്ങളിലെല്ലാം ഒരുപക്ഷെ പ്രതിപക്ഷം ആരോപണം ഉന്നയിക്കുന്നു. അത് രാഷ്ട്രീയമാണ്, നമുക്കറിയാം. എല്ലാ നേതാക്കളും അത് ഏറ്റുപിടിക്കുകയും ചെയ്യും. അവിടെ ഒരു അഭിഭാഷകനാണ് എന്നതിൻ്റെ ഒരു പ്രിവിലേജ് ഉപയോഗിച്ചുകൊണ്ട് എല്ലാ നിയമവശങ്ങളും തനിക്കറിയാമെന്ന് അവകാശപ്പെട്ടുകൊണ്ട് നേരെ കോടതിയെ സമീപിക്കുന്നു. ഈ വിഷയങ്ങളിലൊക്കെ പ്രതിപക്ഷത്തിന് വേണ്ടി കോടതിയിൽ ഹാജരായ ആൾ മാത്യു കുഴൽനാടനാണ്. അങ്ങനെ ഒരുപക്ഷെ രാഷ്ട്രീയമായി വലതുപക്ഷത്ത് നിൽക്കുമ്പോൾ തന്നെ താൻ കോടതിയിലേക്ക് ഏത് കേസുമായി പോകുന്നു ആ കേസിന് ഉപോത്ബലകമായ തെളിവുകളുമായി പോയി അത് വിജയിക്കുക എന്നുള്ള ഒരു ആവശ്യം ശരിക്കും, അല്ലെങ്കിൽ അത് തിരിച്ചറിയേണ്ട ഒരു ബാധ്യത മാത്യു കുഴൽനാടൻ ഉണ്ടായിരുന്നു. പക്ഷേ അവിടെയെല്ലാം നേരെ കോടതിയിലേക്ക് പോവുക, മാധ്യമങ്ങൾക്ക് മുന്നിൽ വിളിച്ചു പറയുക, സർക്കാരിനും ഇടതുമുന്നണിക്കുമെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുക തുടങ്ങിയത് മാത്രമാണ് മാത്യു കുഴൽനാടൻ സ്വീകരിച്ചു വരുന്നൊരു പതിവ് രീതി. ഇതുകൊണ്ട് തന്നെയാണ് ഓരോ തവണ ഇദ്ദേഹം കോടതിയിലെത്തുമ്പോഴും നിയമങ്ങളെല്ലാം അറിയാവുന്ന ആളായിട്ട് പോലും ഇദ്ദേഹത്തിന് ഓരോ തവണയും തിരിച്ചടി നേരിടേണ്ടി വന്നത്. അവിടെയെല്ലാം വീണ്ടും നിയമപോരാട്ടം നടത്തും, മുന്നോട്ട് പോകും എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് താൻ ഇതിലൊന്നും പരാജയപ്പെട്ടിട്ടില്ല എന്ന് അവകാശപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് മാത്യു കുഴൽനാടൻ ചെയ്യുന്നത്. ഇവിടെ മറ്റൊരു കാര്യം കൂടി ചൂണ്ടിക്കാണിക്കേണ്ടതുണ്ട്. മാത്യു കുഴൽനാടൻ്റെ ഈ രീതികൾ, ഇത്തരത്തിൽ ഇദ്ദേഹം ഈ തെളിവില്ലാത്ത കേസുകളുമായി പോയി പരാജയപ്പെട്ട കോടതിയിൽ നിന്ന് മടങ്ങുന്ന ഒരു സ്ഥിതി അത് തുടർന്നുകൊണ്ടിരിക്കുന്നതിൽ വലിയ എതിർപ്പ് കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ട്. ഒരുപാട് പേർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അടുത്ത കാലത്തായി ഒരു പക്ഷേ അത് UDF-ൻ്റെയോ കോൺഗ്രസിൻ്റെയോ അല്ല മാത്യു കുഴൽനാടൻ സ്വീകരിക്കുന്ന നിലപാടുകൾ എന്ന നിലയിലേക്ക് കോൺഗ്രസ് നേതാക്കൾ വരികയും ചെയ്തിട്ടുണ്ട്. സ്വതന്ത്രമായി മാത്യു കുഴൽനാടൻ തൻ്റെ വഴിക്ക് പോയിക്കോട്ടെ എന്ന് പറഞ്ഞ് തുറന്നുവിട്ടിരിക്കുകയാണ് ഒരു പക്ഷേ UDF-ഉം കോൺഗ്രസും. മനു, ശരി, നമുക്ക് നോക്കാം എന്തായാലും എന്താണ് സംഭവിക്കാൻ പോകുന്നത്. തിയോഫിൻ, താങ്ക് യു രാവിലെ വിവരങ്ങൾ നൽകിയതിന്.